ഹലോ എവ്രി വൺ, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പം ഇന്ന് നമ്മളൊരു ഡേ ഇൻ മൈ ലൈഫാണ്. ഡേ ഇൻ മൈ ലൈഫാണ്. അപ്പോൾ നമ്മളിത് സാധാരണ ഡേ ഇൻ മൈ ലൈഫ് എന്ന് പറയുന്ന പ്രൊഡക്റ്റ് ഡേ ഇൻ മൈ ലൈഫ് നമുക്ക് ഒരുപാട് കിട്ടാറില്ല. എന്തെങ്കിലുമൊക്കെ ഒരു ലക്കിൽ കിട്ടലുണ്ട്. അപ്പോൾ ഇതെന്താവെന്ന് എനിക്കറിയില്ല. ലേസി ആയിരിക്കും, ചിലപ്പോൾ പ്രൊഡക്റ്റീവ് ആയിരിക്കും, ചിലപ്പോൾ വേറെ എന്താ സംഭവിക്കുക നമുക്കറിയില്ല. വാട്ടവർ. പിന്നെ രാവിലെ എണീറ്റ് പല്ലൊക്കെ തേച്ച് വന്നപ്പോൾ ഞാൻ വിചാരിച്ച് നന്നൊരു ഡേ ഇൻ മൈ ലൈഫ് എടുക്കാമെന്ന്. ഓക്കെ, അപ്പോൾ ഒരു ഡേ ഇൻ മൈ ലൈഫ് എടുക്കാം അല്ലേ? വേറെ കണ്ടൻറ്റൊന്നുമില്ല എൻ്റെ അടുത്ത്. ഡേ ഇൻ മൈ ലൈഫിന് ഒരു കണ്ടൻറ് അല്ല, എന്നാലും ഒന്നുമില്ലെങ്കിൽ ഇതാണല്ലോ. അപ്പം നമുക്ക് നേരെ വീഡിയോ പോയാലോ. കമോൺ. പാലിന് ചോദന മജി കേങ്ങ് പൂല അതൊക്കെയാണ് കേൾക്കണേ. അങ്ങനെ അമ്മ അവസാനം അത് വാങ്ങാൻ പോയിക്കാണ്. അമ്മക്കത് കണ്ടപ്പോൾ വാങ്ങാൻ തോന്നി. മമ്മി അത് വാങ്ങാണ്. പപ്പ അതവിടെ നോക്കിക്കാണ് എന്തൊക്കെയാണ് വാങ്ങണേ എന്നുള്ളത്. പപ്പക്ക് മധുരക്കേങ്ങാണെന്ന് പറഞ്ഞിട്ട് വാങ്ങാൻ പോയിക്കാണ് മമ്മി. അപ്പം മമ്മീൻ്റെ വാങ്ങൽ ഏകദേശം അതിന് മമ്മി ആരൊക്കെ കണ്ടപ്പോൾ വർത്തമാനം വന്ന് നിൽക്കണം. അവിടെ എൻ്റെ ഒരു സാധനം വാങ്ങാൻ പോയി അങ്ങനെ തന്നെ അത് നോക്കി നിൽക്കുന്ന പപ്പ. ഇത്ര നേരം പപ്പ വെയിലുകൊണ്ടിരിക്കുന്നു. അപ്പോൾ തണലിക്കൊന്നും മാറിയതാണ് പപ്പ. ഇതാണ് നമ്മുടെ കിച്ചൺ. നമുക്ക് ചായക്ക് എന്താ കടയിൽ നോക്കാം. ഇപ്പോൾ ചായക്ക് കടി ഓട്ടട എന്താ അതിൻ്റെ ബാക്കൊക്കെ കരിഞ്ഞു പോകും. ഇതാണ് നമ്മൾ ഓട്ടട. നമുക്ക് ഓട്ടടയുണ്ട്. രാവിലത്തെ മെനു ഷെഡ്യൂൾ എന്തുപ്പാ? ഏറ്റവും നല്ലതാണ് ഇത് മധുരക്കേങ്ങോ. ഒരു കണ്ടെയ്നും ഡെയിലി തിന്നുന്നത് ശരീരത്തിന് നല്ലതാണ്. സ്ഥിരം തിന്നാൽ പ്രമേയം പറ്റപ്പോ. ഉച്ചക്കത്തെ മെനു ഷെഡ്യൂളാണ് ഇവിടെ. എന്താ കറി വെക്കണേ? പുളിഞ്ചാറ് വെക്കണം. ഇറക്കിയാൽ വരട്ടില്ല. പോയി പപ്പടം കുമ്പള കറി ഉണ്ടാക്കലും വെള്ളരിക്ക. മമ്മി ഇന്നത്തെ നമ്മുടെ ലഞ്ചിന്റെ കോഴിയാ മതിയൊക്കെ പൗതി അടച്ചു പൗതി നാളെ പൂസ. അതെ 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 കളിച്ചെന്നൊക്കെ ഇത് വീഡിയോയിൽ വൈറലാക്കും. ഓട്ടടയ്ക്ക് ഇവിടെ ചായ ഉണ്ട്, കട്ടിങ് ചായ. പിന്നെ വന്നിട്ട് ചിക്കൻ കറി ഉണ്ട്. അധികം ശരിക്കും പഞ്ചസാര ഇടാം, പക്ഷെ എനിക്ക് പഞ്ചസാര ഇഷ്ടമല്ല, എനിക്ക് കഴിക്കാറില്ല. പിന്നെ ഇതെന്തോ മുളപ്പിക്കാൻ വേണ്ടിയിട്ടെന്ന് പറഞ്ഞുകൊണ്ട് വെച്ചിട്ടാണ്. പിന്നെ അവിടെ ഇതാ നമ്മൾ ഉച്ചക്കൊക്കെയുള്ള ചോറ് പരിപാടി. ഞാൻ വിചാരിച്ചു നമുക്ക് ചായ വേണ്ട, കോഫി ആക്കാം. ഞാനിൻ്റെ കോഫിൻ്റെ റെസിപ്പി ഞാൻ പറഞ്ഞുതരാം. ആദ്യം നമ്മളൊരു ഗ്ലാസ് വെള്ളം എടുക്കണം. എന്നിട്ട് നമ്മളിത് സ്റ്റൗമ്മ വെച്ചിട്ട് ഓൺ ദ സ്പോട്ടിൽ നമ്മൾ കുറച്ച് പാൽപ്പൊടി. ശരിക്കും നമ്മൾ കോഫി ഉണ്ടാക്കുന്ന സമയത്ത് പാലിലുണ്ടാക്കുമ്പോൾ വെറും പാലിൽ ഉണ്ടാക്കണം, അല്ലെങ്കിൽ നമ്മൾ പാൽപ്പൊടിയിലാണ് എനിക്കൊന്നും ടേസ്റ്റ് കുറച്ചുകൂടി നല്ലൊരു സംഭവം ഉണ്ടാവും. എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യണം, ദിഗ്മ കാണാതെ 2 സ്പൂൺ 2 പാൽപ്പൊടി ഇടണം. പിന്നെ നമ്മൾ വീഡിയോ കാണുമ്പോൾ അതൊക്കെ ചെയ്തിട്ട് നല്ല കട്ടിയാണെങ്കിൽ നന്നായി പാൽപ്പൊടി ഇടണം. ഓക്കെ, ഇനി അതേ സമയത്ത് തന്നെ നമ്മൾ എന്ത് ചെയ്യണം, അപ്പോൾ അല്ല കുറച്ച് കഴിഞ്ഞിട്ട് നമ്മൾ കോഫി മേറ്റ് ഇടണം. കോഫി മേറ്റാണ് ഇതിൻ്റെ മെയിൻ. അപ്പോൾ നമ്മൾ ഇതൊന്നും എന്ത് ചെയ്യണം, മിക്സാക്കി കൊടുക്കും. ശരിക്കും പാലിനെക്കാട്ടിലും അടിപൊളിയാണ്. ഓക്കെ, ഇനി ഇതാവട്ടെ. അപ്പം നമ്മളെ പാല് ഇവിടെ നന്നായി തിളച്ചിട്ടുണ്ട്, കണ്ടോ പൊങ്ങി വരുന്നുണ്ട്. ബട്ട് ഇപ്പം നമ്മൾ ഒന്നും ചെയ്യരുത്, അത് നന്നായിട്ട് എന്ത് ചെയ്യണം, പാലാവണം. ഇതിപ്പോൾ നമ്മൾ പാൽപ്പൊടി ഇടുന്ന സമയത്ത് അത്ര കണ്ട് പാൽ സ്ട്രക്ചർ ആവില്ല. നമ്മളൊന്ന് വെയിറ്റ് ആക്കണം. അപ്പത്തിന് നമ്മൾ എന്ത് ചെയ്യണം, നമ്മൾ കോഫി പൗഡർ എവിടെ? യെസ്, കോഫി പൗഡർ ലേ കഫിൻ്റെ ആണ് കേട്ടോ കോഫി പൗഡർ. അപ്പോൾ കോഫി പൗഡറും നമ്മൾ കോഫി മേറ്റ് നമ്മൾ ഇവിടെ എടുത്തണം. പിന്നെ നമുക്ക് വേണ്ട വേറൊരു സാധനമുണ്ട്, ജസ്റ്റ് വെയിറ്റ്. പിന്നെ നമുക്ക് വേണ്ടത് സ്റ്റീവിയാനൻ്റെ സ്വീറ്റ്നറാണ്.
ഞാനിപ്പോൾ ഇന്ന് മുതൽ ഞാൻ ഇന്നലെ മുതൽ വീണ്ടും ഷുഗർ കട്ട് തുടങ്ങിയോണ്ട് എന്ത് നമ്മൾ ഇത് യൂസ് ചെയ്യാൻ വിചാരിച്ചു. ആക്ച്വലി ഇതിൻ്റെ സംഭവം എന്താണെന്നറിയോ, ഈ ഷുഗർ ഡയബറ്റീസ് ഇല്ലേ, ഓർക്കുള്ളതാണ് ഈ ഷുഗർ. ഇത് കഴിച്ചാൽ നമുക്ക് ഡയബറ്റീസ് ഒന്നും വരില്ല, മീൻസ് കൂടില്ല, കുറയൂല, മീനസ് എങ്ങനെയാണ് നമുക്കുള്ളത് അതേപോലെ കാരണം. അപ്പോൾ ഇത് മമ്മി ഉപയോഗിക്കുന്നതിന് മമ്മീൻ്റെ നമ്മളിന്ന് കട്ടെടുത്തു. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം, ഇതിലേക്ക് നമ്മൾ കോഫി മേറ്റ് ആഡ് ചെയ്യണം. ഒരു മിനിറ്റ്. ഈ കോഫി മേറ്റ് ആഡ് ചെയ്യുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കണം, കുറച്ച് ആഡ് ചെയ്യാൻ പറ്റുള്ളൂ. ഇതേപോലെ ഇത്ര ആഡ് ചെയ്യാൻ പറ്റില്ല കേട്ടോ, കുറച്ച്. എനിക്ക് നല്ല ഇങ്ങനെ കോഫി ഇങ്ങനെ നല്ല തിക്കായി കിടക്കണം എന്നുള്ളതുകൊണ്ട് മാത്രമാണ്. പിന്നെ ശരിക്കും നമ്മൾ പാലിനാണെങ്കിൽ പാൽപ്പൊടിൻ്റെ ആവശ്യമില്ലല്ലോ, അപ്പോൾ നമുക്ക് കോഫി മേറ്റ് മാത്രം ആഡ് ചെയ്താൽ മതി. ഇനി നമ്മൾ എന്ത് ചെയ്യണം, നമ്മൾ കോഫി പൗഡർ ആഡ് ചെയ്യണം. നമുക്ക് ASMR വീഡിയോ എടുത്താലോ? നമ്മൾ സ്പൂണിങ്ങനെ എടുത്തിട്ട്, പിന്നെ കോഫിൻ്റെ ടേസ്റ്റ് അനുസരിച്ച് എനിക്ക് കോഫിൻ്റെ ഫ്ലേവർ അത്ര ഇഷ്ടമില്ലാത്തതുകൊണ്ട് ഞാനൊരു മീഡിയത്തിൽ വെച്ചുകൊണ്ട് നിർത്താൻ വിചാരിച്ചു. കുറച്ചുകൂടി കുറച്ചുകൂടി കേട്ടോ, ഇത് മതി കേട്ടോ. ഇത് കണ്ടോ, ആ ഒരു മിൽക്കിൻ്റെ കളർ മാറുന്നതനുസരിച്ച് കോഫിൻ്റെ സ്ട്രോങ് കൂടും. എനിക്ക് സ്ട്രോങ് ആയിട്ടുള്ള കോഫി കുടിക്കുന്നത് എത്ര ഇഷ്ടമല്ല, അതുകൊണ്ട് ഇനി നമ്മൾ എന്ത് ചെയ്യും, സ്റ്റീവിയൻ്റെ ഒരു ശരിക്കും ഇത് നമ്മൾ പഞ്ചസാര ഇട്ടുള്ളതാണ് അതിൻ്റെ എക്സാക്ട് ടേസ്റ്റ് ഇടുക. പക്ഷെ നമുക്കിപ്പോൾ അതൊരു ഇല്ലാത്തത് കൊണ്ടും നമ്മൾ ഇതിലേക്ക് സ്റ്റീവിയൻ്റെ ഒരു പാക്കാണ് ഇടുന്നത്. ഇടുമ്പോൾ ശ്രദ്ധിക്കുക, ശരിക്കും എൻ്റെ അമ്മയ്ക്ക് ഇതിൻ്റെ പകുതി ഇടലുള്ളൂ ചായക്ക്. പക്ഷെ ഞാൻ അങ്ങനെ കുടിച്ചിട്ട് കാര്യമില്ലല്ലോ അല്ലേ. അപ്പോൾ ഇത് നമ്മൾ ആഡ് ചെയ്യാം. പിന്നെ മമ്മി ഇവിടെ പൊട്ടിച്ച് വെച്ചൊന്നുണ്ട്, ഇതിലില്ലടോ, ഇത് കാലിയാണ്. അപ്പോൾ നമ്മൾ ഇതെടുത്തിട്ടൊന്ന് മിക്സ് ആക്കി നോക്കുക. എന്നിട്ട് നമുക്ക് മധുരം ഉണ്ടോ നോക്കിയിട്ട് വേണമെങ്കിൽ ഇടണ്ടാവില്ല, ഇത്രയും വെള്ളത്തൊക്കെ ഒരു ഇത്തിരി ഇട്ടാൽ ഉണ്ട് സ്വീറ്റ് ഉണ്ട് കേട്ടോ. പിന്നെ ഒന്നാമത് നമ്മൾ പാൽപ്പൊടിയൊക്കെ എല്ലാം ഇട്ടിക്കണം, അപ്പോൾ അതിൻ്റെതായ ഒരു സ്വീറ്റ് ഉണ്ട്. പിന്നെ ഇതിൽ നമ്മൾ കോഫി പൗഡർ ഒന്ന് നന്നായിട്ടാണ്, അപ്പോഴാണ് ഇതിൻ്റെ എക്സാക്റ്റ് ആ ഒരു ഫോം എത്തുള്ളൂ. ഇപ്പം തന്നെ പോയിരുന്നു. അപ്പോൾ അങ്ങനെ, അപ്പോൾ സാധനം ഏകദേശം ആയിട്ടുണ്ട്. നമുക്ക് കപ്പ്, എനിക്ക് പൊതുവല്ലേ ഷോക്കേസിൽ വെച്ച കപ്പിലാണ് ഞാൻ കോഫി കുടിക്കാൻ എനിക്ക് ഏറ്റവും ഇഷ്ടം. പിന്നെ ഞാൻ തുടരെ സ്വീറ്റ്. അപ്പോൾ ഇതാണ് നമ്മളെ കപ്പ്. ഞാൻ എപ്പോഴും കോഫി അല്ലെങ്കിൽ സ്പെഷ്യലായിട്ട് ജ്യൂസ് ഉണ്ടാക്കണേ വേറെ എടുക്കട്ടോ. ഇതിപ്പോൾ കോഫി ആയതുകൊണ്ട് ഞാൻ ഇതെടുത്തിട്ട് അതിലേക്കാണ് ഒഴിക്കുക. അപ്പോൾ നമുക്ക് ഇതിൻ്റെ പിടുത്തമില്ലാത്തതുകൊണ്ട് എസ്തെറ്റിക്കായിട്ട് നമുക്ക് പൂച്ചക്ക് നമ്മളൊന്നും അടുക്കളയിലൊന്നൊരു വിലയില്ല. പൂച്ചൻ്റെ തോന്നി എത്ര കാട്ടാണ്. നമ്മൾ ഇതിലേക്ക് ഇങ്ങനെ ഒഴിക്കണം. ഓക്കെ, ഇനി നമ്മളിത് ഉമ്മാക്ക് എന്ത് കേക്ക് കൊടുക്കണം. നമുക്ക് നമ്മളെ ചായ എടുക്കാനുള്ള പരിപാടിയിലേക്ക് മാറാം. അപ്പോൾ ചിക്കൻ കറി ഉണ്ട്. പിന്നെ ഈ ഡ്രസ്സ് വന്നിട്ട്, അതായത് നമ്മളെ പജാമനല്ലേ, യെസ്, പജാമ വന്നിട്ട് നമ്മുടെ ഫ്ലിപ്കാർട്ടിൽ നിന്നാണ്. ഇത് ഇന്നലെ എനിക്ക് സാധനം കിട്ടിയത്, അതിൻ്റെ ഒരു വൃത്തിക്ക് ഞാൻ അപ്പോൾ സൂക്ഷിക്കുന്നുണ്ട്. അപ്പം ഇനി നമുക്ക് നേരെ ചായ കുടിക്കാം. അതിനുള്ള സാധനങ്ങൾ കൊണ്ടുപോകാം. ഒക്കെ ഞാൻ ഒരൊറ്റ ചെയ്യണുണ്ട്, രണ്ടാമത്തെ വരണ്ടേ. ഓക്കെ, നമുക്ക് ചായ കുടിക്കാം. ചായ എടുക്കുമ്പോൾ ഞാൻ എങ്ങനെയാണെന്നറിയോ, ചായ നമ്മളിവിടെ എടുത്തു വെക്കും, എന്നിട്ട് TV ഇടും, എന്നിട്ട് സുഖമായിട്ട് ആമസോണോ അല്ലെങ്കിൽ നെറ്റ്ഫ്ലിക്സോ ഒക്കെ വേണം. ആദ്യം നമ്മളെ സാധാരണത്തിൽ പോയിട്ട് ഏതൊരു ഫിലിം നല്ല ഉണ്ടാക്കും, ഇല്ലെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും, ആമസോണോ നെറ്റ്ഫ്ലിക്സോ ഹോട്ട്സ്റ്റാറോ കൊണ്ടാക്കിയിട്ട് ഒരു ഫിലിമും കണ്ടിട്ട് ചായ കുടിക്കും. അപ്പം ഞാൻ ചായ കുടിച്ചിട്ട് വരാം. ഓക്കെ, അപ്പം അതിൻ്റെ ഇടയ്ക്ക് വീഡിയോ എടുത്തിരിക്കും, ഡിസ്റ്റർബൻസ് ആവൂലേ. അപ്പോൾ ഓക്കെ, ചായ കുടിച്ചിട്ട് വരാം. ഓക്കെ, സോ നമ്മൾ
ടി വിയിൽ വന്നിട്ട് നമുക്കിപ്പോൾ പ്രേമുണ്ട്, അപ്പോൾ നമ്മൾ ഹാപ്പിയാണ്. പിന്നെ ഈ ഓട്ടടിക്ക് നമ്മൾ നല്ല ചിക്കൻ കറി ഇങ്ങനെ ഒഴിച്ചിട്ട് നന്നായിട്ട് ഒഴിക്കണം. നമ്മൾ ഒരു പീസ് ഇങ്ങനെ എടുക്കണം. പീസ് ഇങ്ങനെ എടുത്തിട്ട് ഇതിലിങ്ങനെ ഡിപ്പ് ചെയ്തിട്ട് നമ്മൾ എന്നിട്ടൊരു ചിക്കൻ്റെ പീസ് കിട്ടില്ലല്ലോ, ചിക്കൻ്റെ പീസ് ഇവിടുന്ന് എന്തെങ്കിലും കിട്ടേണ്ടതാണ്. ഓക്കെ, ഇത് എടുത്തിട്ട് നമ്മൾ എൻ്റെ അമ്മ ഉണ്ടാക്കിയത് അറിയില്ല. എൻ്റെ അമ്മ ചിക്കൻ കറി എനിക്ക് ഭയങ്കര ഇഷ്ടം. അവിടെ വെച്ചു. അപ്പം നമുക്ക് ചായ അടിക്കാം. ഓക്കെ, അപ്പം നമ്മൾ ചായയൊക്കെ കുടിച്ച് കഴിഞ്ഞ് കുറച്ച് ഞാൻ വെറുതെ ഇരുന്നു. ഇനി അടുത്ത പരിപാടി അറിയുന്നത് ഉമ്മ എന്നോട് അടിച്ചുകൂടി തുടക്കാൻ പറഞ്ഞിട്ട്. ഇത് ശരിയാണോ? മകള് മറ്റേ റെസ്റ്റ് എടുക്കാൻ വീട്ടിലേക്ക് വരുമ്പോൾ പണിയെടുപ്പിക്കണ ആരെങ്കിലും നിങ്ങൾ കണ്ടുക്കണോ? എൻ്റെ അമ്മ എല്ലാം പണിയെടുപ്പിച്ചിട്ടുണ്ട് ഇവിടുന്ന്. ഇവിടെ അടിച്ചു വരണം, ഇവിടെ തുടക്കണം, മടങ്ങി വരൂ. എന്നാലും നമുക്ക് അടിച്ചു വരി തുടക്കല്ലേ. ഇപ്പം നമ്മ തെറ്റിനോട് എന്നിട്ട് വേണം മുടി നേരാക്കാൻ. 500 ഉറുപ്പിക തരും. അപ്പം എന്ത് 1000 ഉറുപ്പിക എടുക്കും? 500 എന്നാ പോരെ? ഇപ്പോൾ ഉച്ച 2:45. ആ ടൈമിൽ നമ്മൾ ചോറാണ് വയ്ക്കേണ്ടത്. പക്ഷെ നമ്മൾ 12 മണിക്ക് ചാർജുണ്ട് 2:45 നമ്മൾ മുന്തിരി നമുക്ക് ഇപ്പോൾ ചോറ് നമുക്കൊരു മൂടില്ല. അതുകൊണ്ട് നമ്മൾ ചോറപ്പോഴേക്കും ചോറ് സ്കിപ്പ് ചെയ്യും. എന്നിട്ട് ഉച്ചേൻ്റെ ഉമ്മ ചായ എന്തെങ്കിലും ഉണ്ടാക്കിയാൽ മടാന്ന് തിന്നും. ഈ വെറുതെ ഇരിക്കുമ്പോൾ സുഖമുണ്ടല്ലോ, അത് മുന്തിരി ചാടിയിട്ട് എനിക്ക് വർത്താനം പറയാൻ പറ്റില്ലേ. അതിൻ്റെ സുഖം വേറെയാണ്. അത് അപേക്ഷിച്ച് അറിയണം. അതുകൊണ്ട് പണ്ട് കോളേജിൽ പോകുന്ന സമയത്ത് കോളേജിൽ പോകണം, പഠിക്കലുണ്ടായിരുന്നില്ല, എക്സാമിൻ്റെ തലേദിവസം മുന്നേ പഠിക്കുക പോട്ടെ. കോളേജിൽ പോകണം, അതിൽക്കൂടി നടക്കണം, ക്ലാസ്സിലിരിക്കണം. പിന്നെ അത് കഴിഞ്ഞിട്ട് പിന്നെ എൻ്റെ വീട്ടിലേക്ക് വരണം, കടന്നുറങ്ങണം, എന്തൊക്കെ പണിയും. ഇപ്പോൾ 24 മണിക്കൂർ ഇറങ്ങാം. അപ്പോൾ നമുക്കിത് മുന്തിരി നിന്നിട്ട് കുറച്ച് നേരം ഉറങ്ങാം. പിന്നെ കുറച്ച് വീഡിയോ എഡിറ്റ് ചെയ്യാണ്ട്. പിന്നെ ജാനുവരിക്ക് വരല്ലേ, നമുക്ക് വിഷൻ ബോർഡ് ക്രിയേറ്റ് ചെയ്യണ്ടേ. അടുത്ത കൊല്ലം നന്നാവണം, അതിനെന്നും നമ്മൾ പരിശ്രമിക്കണം. പക്ഷെ ജനുവരി 1 മുതൽ ഞാൻ പരിശ്രമിക്കൽ തുടത്തുള്ളൂ. വേണമെങ്കിൽ എനിക്കിപ്പോൾ എക്സസൈസ് ചെയ്യാം, വേറെ എന്തൊക്കെ ചെയ്യാം. പക്ഷെ ഇപ്പം നമ്മൾ ചെയ്യില്ല, നമ്മൾ ജനുവരിയിലേ ചെയ്യുള്ളൂ. അത് നമ്മൾ പഠിച്ചതാണ്. ജനുവരി കഴിഞ്ഞാൽ പിന്നെ അത് നിൽക്കും. അതിനോടൊക്കെയാണ് ഞാൻ കിച്ചൺ സൗണ്ട് വന്നത്. അപ്പം ഉമ്മ തലി തട്ടിട്ടില്ലാണ്ട് ഉമ്മ മണ്ടി. ഉമ്മ ഇവിടെ ഇരുന്ന് കടലിൽ നിന്ന് തിന്നിരുന്നു. അപ്പം മധുരക്കിഴങ്ങല്ല, വേറെ എന്താ പിന്നെ ഇതിന് പറയാം, ഇതന്നെ ഇതിൻ്റെ ഷാളൊക്കെ ഇത്രയും നേരം തലയിൽ മുണ്ടേന്നു. വീഡിയോ എടുക്കണുണ്ടെങ്കിൽ ഷാളൊക്കെ ഇട്ട് നിൽക്കണേ. മമ്മി എന്താണെന്ന് ഉണ്ടാക്കുന്നത്? മധുരക്കിഴങ്ങ് പിഴുങ്ങാണ്. പിന്നെ മമ്മി സ്റ്റാൻഡേർഡ് പുഴുങ്ങുക. മധുരക്കിഴങ്ങ് പിഴുങ്ങാണ്. അപ്പൊ എങ്ങനെയാണ് നമ്മൾ മധുരക്കിഴങ്ങ് കഴിക്കുക? അത് വെന്തിട്ട് അതിന്റെ തോല് അടർത്തി എടുത്തിട്ട് വായി കൂടി കഴിക്കും. സാധാരണ വായിക്കൂടി അല്ലാതെ വേറെ കൂടി കഴിക്കാൻ പറ്റില്ലല്ലോ. അങ്ങനെ വായി കൂടി കഴിക്കുക. എന്ത് തിന്നണേ? ഞാൻ പൊട്ടിയുള്ള ഒന്നുകൊണ്ടിരിക്കും. ഉണ്ടെങ്കിൽ ഇക്കണ്ട പൊട്ടല്ല മുഴുവൻ 30 ഇരുന്ന് തിന്നതാണ്. തന്നെ പണി. അപ്പുറത്തെ സീരിയലും വർക്ക് ചെയ്യുന്നുണ്ട്. നമ്മൾ ഉച്ചക്കത്തെ ചിക്കൻ കറിയാണ്. ചിക്കൻ അപ്പം പുളിങ്കറി ഉണ്ടാക്കിയിട്ടില്ല. ഇതാണ് നമ്മളെ സ്റ്റോറും. അപ്പോൾ നമ്മൾ ഷുഗർ കട്ടിലാണെങ്കിലും നമ്മുടെ കാര്യമായിട്ട് എന്തൊക്കെയാണ് സാധനങ്ങൾ ബ്രെഡിക്ക് ഇഷ്ടമല്ല. അപ്പം ഇതെന്താണെന്ന് നോക്കൂ. ഇതെന്താണെന്നറിയോ? ഇത് വന്നിട്ട് ജാക്ക് ഫ്രൂട്ട്
അതായത് നമ്മൾ ചക്ക ഉണ്ടല്ലോ അതിൻ്റെ കേക്കാണ്. അപ്പം നമുക്ക് 1-2 പോയിട്ട് വിചാരിച്ചിട്ട് നമ്മുടെ ഷുഗർ പാട്ടിന് ഒന്നും പറ്റില്ല. കുറേ കഴിക്കുമ്പോഴാണ് പ്രശ്നം. ഉണ്ടോ എന്നാൽ ചായ കുടിക്കാം. നമ്മളുണ്ടാക്കിയ ചായ ഉണ്ട് ഇവിടെ. ഇത് നമ്മളെ മധുരക്കയാണ്. അപ്പോൾ ഇതിലേക്ക് നമ്മൾ ചായ ഉണ്ടാക്കണം. അപ്പോൾ ഞാനും മമ്മിക്കും ഡയബറ്റീസ് ആയതുകൊണ്ടും ഞാൻ ഷുഗർ കട്ടിലായതുകൊണ്ടും ഇതല്ല, ഈ ഷുഗറല്ല, നമ്മൾ സ്റ്റീവിയാണ് എടുക്കുന്നത്. അപ്പോൾ സ്റ്റീവിയനെ മധുരട്ടിട്ടാണ് നമ്മൾ ചായ ഉണ്ടാക്കുന്നത്. ഓക്കെ, അപ്പോൾ മധുരക്കയും കഴിക്കുകയാണ്. അപ്പോൾ ഞാൻ വളരെ ചെറുതാടുത്തില്ല, ഇനി ഇതിന് വലുതൊക്കെ ഇതിലുണ്ട്. പക്ഷെ ഞാൻ ചെറുതാടുത്തില്ല, എനിക്ക് മതി. എന്നാലും ഓവറായി കഴിക്കണ്ട വിചാരിച്ചിട്ട്. നിങ്ങൾ മിതമായി കഴിക്കണ ആളോ? പന കഴിക്കലോ കഴിഞ്ഞു. ഇപ്പാക്കാരും വെയിറ്റ് ചെയ്യേണ്ട സമയമല്ല അല്ലേപ്പാ? തിന്നാൻ ഭയങ്കര കണപ്പ. കൂടുതൽ തിന്നാലോ വേറെ വല്ല പ്രശ്നമുണ്ടാവും. അതെ, കുണമാല ഇമ്മ ക്യാമറ കാണുമ്പോ തീറ്റ നിർത്തുക. സ്റ്റാൻഡ് ചെയ്ത് കീപ്പ് ചെയ്യാൻ ആണോ? ഞാൻ ക്യാമറ ഇങ്ങനെ ഒരിക്കലൊക്കെ മാറ്റുമ്പോൾ നല്ല നമുക്കും അങ്ങനെ നമ്മൾ മധുരക്കേക്കും ചായയും കാണാൻ തന്നെ ഒരു എസ്തെറ്റിക് വൈബുണ്ട്. പിന്നെ കഴിഞ്ഞിട്ട് നമുക്ക് കുറച്ച് പപ്സും നിന്നു. സോ ഗായ്സ്, നമ്മൾ ചെടിയാണെന്ന് കാണുന്നുണ്ടല്ലോ, തുന്നീസ് അവിടെ ഉണ്ട്. സോ ഗായ്സ്, ഇതാണ് അവസ്ഥ. എന്തെങ്കിലും ഒരു സാധനം വാങ്ങാൻ പോന്നാൽ കണ്ട സാധനങ്ങൾ മുഴുവൻ വാങ്ങും. അതിൻ്റെ സ്കൂട്ടിമൊക്കെ കൊള്ളണ്ടേ. അത് കഴിഞ്ഞിട്ട് പിന്നെ നമ്മൾ ചായ കുടിക്കാൻ പോയി. മമ്മി നല്ലൊരു ചായയും ഞാനൊരു ഓറഞ്ച് ജ്യൂസ് വിത്തൗട്ടും പറഞ്ഞു. അങ്ങനെ എൻ്റെ ജ്യൂസ് വന്നു, എൻ്റെ ഷവർമ വന്നു, മമ്മീൻ്റെ ചായ വന്നിട്ടുണ്ടായിരുന്നില്ല. ആൻഡ് ഫൈനലി ചായ വന്നപ്പോൾ ഞാൻ പറഞ്ഞു, ചായ കുടിക്കണില്ലെന്ന്. അപ്പം അമ്മ പറഞ്ഞത് പഴംപൊരി വന്നിട്ടില്ലല്ലോ, പഴംപൊരി വരട്ടെ. അവസാനം പഴംപൊരിയും ചായയും വന്നിട്ട് മമ്മി പഴംപൊരിയും ചായയും കുടിച്ചു. അത് കഴിഞ്ഞിട്ട് പിന്നെ നമ്മൾ വീട്ടിൽ ചെന്നിട്ട് കാക്കുവിൻ്റെ വീടിൻ്റെ അവിടെ പോയി. അവിടെ അമ്മ വാഴക്കോല മറ്റേ വലുതായിക്കണോ, അത് ആരൊക്കെ കൊത്തി തിന്നക്കണോ എന്നൊക്കെ നോക്കി. അവിടുന്ന് 2-3 വിറകൊക്കെ എടുത്തുക്കണം. അത് എന്താവും തുരുമ്പെന്താ പൊഴിച്ചു എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് നമ്മൾ മഗ്‌രിബ് നിസ്കരിച്ചിട്ട് എനിക്ക് ഈ ഡ്രസ്സ് ഭയങ്കര ഇഷ്ടമായിട്ടോ. പക്ഷേ ഇത് ഉമ്മാൻ്റെ ആയിട്ടുമ്പോൾ തരില്ല. അങ്ങനെ ഞാനത് നോക്കി നിന്നപ്പോൾ ഉമ്മ അതവിടെ മൈലാഞ്ചി ഇടാൻ നിൽക്കുകയാണ്. 30 മൈലാഞ്ചി എപ്പോഴും ഇങ്ങനെ കയ്യമ്മയും കാൽമയും ഇങ്ങനെ ഇടണം. ഓതണമുണ്ട്, മൈലാഞ്ചി ഇടണമുണ്ട്, അതിൻ്റെ ഇടയ്ക്ക് എനിക്ക് തിന്നണം എന്നൊക്കെ കാണിച്ചു തരുന്നുണ്ട്. അതൊക്കെ കഴിഞ്ഞ് രാത്രി നമ്മൾ ഡിന്നർ കഴിക്കുകയാണ്. ചോറ് ഉച്ചക്ക് കഴിച്ചതുകൊണ്ട് അതും കോഴിക്കറിയും പിന്നെ ചെറുപയറും പിന്നെ എന്തോ ഒരു ഉപ്പേരിയൊക്കെ ഉണ്ടായിരുന്നു. അപ്പം നേരത്തെ കഴിക്കലെടുത്തി. അപ്പോൾ നമ്മളെ ഫുഡ് കഴിക്കലൊക്കെ കഴിഞ്ഞ് അപ്പോൾ ഞാൻ വിചാരിച്ച് നമ്മുടെ മിക്സി എടുക്കണം. അപ്പോൾ ഇതിന് കാര്യം പറയട്ടെ. അപ്പോൾ ഞാൻ വിചാരിച്ചു ഇവിടെ മുസമ്പി ഉണ്ട്. അപ്പോൾ നമുക്ക് മുസമ്പിയുടെ ഒരു ജ്യൂസ് അടിച്ചാലോ. വിത്തൗട്ടാണ് വിചാരിക്കണില്ല, നമ്മൾ സ്റ്റീവ് ഇടും. അപ്പോൾ നമുക്ക് ജ്യൂസ് അടിക്കാം ക്യാമറ. അപ്പം നമുക്ക് എന്ത് ചെയ്യാം, ഇതിൻ്റെ തൊലി ഒന്ന് കളയാം. കൈ കൊണ്ട് കളയാമെന്നൊക്കെ വിചാരിക്കും, പക്ഷെ കൈ കൊണ്ട് ഉദ്ദേശം അത്ര ഉണ്ട് അല്ല. അപ്പം ഇതിൻ്റെ തൊലി കളഞ്ഞിട്ട് വരാം. ഓക്കെ, നമ്മളെ ഓറഞ്ചൊക്കെ തൊലി വെച്ച് കഴിഞ്ഞിരിക്കണം. അപ്പം നമുക്ക് അതേക്ക് ഇട്ടിട്ട് ജസ്റ്റ് ഒന്ന് അടിക്കാം. ഇതിൻ്റെ സീഡ് എടുക്കാം. കുറച്ചൊക്കെ എടുക്കുന്നതല്ലേ കഴിപ്പ് വരാം. പക്ഷെ നമുക്കിത് അടിച്ചിട്ട് വരാം. ഓക്കെ, നിങ്ങൾക്ക് ഇവിടെ ഒരാൾ വേറെ എന്തോ പണിയിലാണ്. ഐ വിൽ ഷോ യു. നോക്കൂ ഗായ്സ്, എന്താണ് മമ്മി പണി? ഞാൻ നാളെ ദോശ ഉണ്ടാക്കാൻ, രാവിലെ ദോശ ഉണ്ടാക്കാനുള്ള മാവ് തയ്യാറാക്കും. ഇതാണ് മമ്മീൻ്റെ മാവ് ഗായ്സ്. ദോശക്ക് എന്താ കറി? ചിക്കൻ കറി. ശരി, ഓക്കെ. അപ്പം നമുക്ക് ഇതാ അടിച്ചിട്ട് വരാം. ഓക്കെ, ലെറ്റ്സ് ഗോ. ഇത് അടിക്കാം. എപ്പോഴാണ് എനിക്ക് ഓർമ്മ വന്നത്, എന്താ വെള്ളം ഒഴിക്കണം. സോ നമുക്കിതേക്ക് വെള്ളം ഒഴിക്കാം. ഞാൻ പറയുമ്പോൾ സക്കാത്തും വെള്ളം പോലെ കുറേ ഒഴിച്ചത്, കുറേ ജ്യൂസ് ഉണ്ടാവുക എന്തായില്ലേ. ഇത് കുറച്ചുകൂടെ വെള്ളം. പിന്നെ മുസമ്പി അടിക്കുമ്പോൾ മുസമ്പിന്ന് വെള്ളം വരുമല്ലോ. എന്നിട്ട് നമുക്ക് വേണമെങ്കിൽ കുറച്ചുകൂടി
നമ്മൾ വീഡിയോ എടുക്കണമെന്നില്ല നിങ്ങൾക്ക് നമുക്ക് വേണമെങ്കിൽ ആഡ് ചെയ്യാം. ഓക്കെ, ഇനി അത് അടിച്ചിട്ട് തരാം. ജ്യൂസ് അടിച്ച് കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്കിത് ജസ്റ്റ് ഒന്ന് അരിപ്പിട്ട് അരിച്ചെടുക്കാം, എന്നിട്ട് കുടിക്കാൻ കൊടുക്കാം. നേരെ നമ്മൾ ഇങ്ങോട്ട് തിരിയുന്നോ, എന്നിട്ട് നമുക്ക് എന്ത് ചെയ്യാം, തോന്നുന്നു ഈ കപ്പുകളെ ഉണ്ടാവുള്ളൂ. ജസ്റ്റ് നമുക്കൊന്ന് നോക്കിയാൽ അതിനടിച്ചമ്മ അപ്പുറത്തെ സീരിയൽ ഓടിക്കൊണ്ടിരിക്കുകയാണ്. അപ്പം അതിൻ്റെ സൗണ്ട് ഒന്ന് നമുക്ക് കോപ്പിറൈറ്റ് കിട്ടും. അതുകൊണ്ടാണ്. പിന്നെ നമുക്കൊരു അരിപ്പ് എടുക്കുക, എന്നിട്ട് നമുക്കിത് അരിച്ചെടുക്കാം. ടീഷർട്ടാണോ നോക്കുന്നത്? ടീഷർട്ട് ഫ്രം എവിടുന്നാ? പണ്ടല്ല, ഇത് ഞങ്ങൾ പണ്ടെന്ന് പറയുമ്പോൾ ഒരു 2023 ഞങ്ങൾ വണ്ടറിൽ പോയപ്പോൾ അന്ന് ഇതേമാതിരി അവിടെ എന്ത് പറ്റില്ല, മറ്റേന്ന് പറ്റില്ല പറഞ്ഞിട്ട് ആർക്കൊക്കെ വാങ്ങിയതാണ്. അപ്പം എനിക്കാണ് ഉപകാരപ്പെട്ടതെന്ന് മാത്രം ഞാൻ പറയുന്നത്. നിങ്ങൾക്ക് കേൾക്കുണ്ടാവും അല്ലേ? മൈക്ക് കിടക്കി ടാസ്ക് ആകും. പിന്നെ മാത്രമല്ല എൻ്റെ സൗണ്ട് ഇല്ലേ, ഇത് മൈക്കിലിട്ട് വൃത്തിയുടെ സൗണ്ടാണ്. എനിക്ക് തീരെ ഇഷ്ടമില്ല ആ സൗണ്ട്. അതുകൊണ്ടാണ് ഇങ്ങനെ. നമ്മൾ ജ്യൂസ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ജ്യൂസ് ഗ്ലാസ് എടുക്കണമെന്ന് വിചാരിച്ചു. പിന്നെ ഞാൻ ഉദ്ദേശിച്ചു ഈ ഒരു ഗ്ലാസ്സിൽ ഉമ്മാക്കും കൊടുത്ത് ഉപ്പാക്കും കൊടുത്തു. ഇതിൽ തന്നെയാണ് കുടിച്ച ഈ ഗ്ലാസ് മാത്രമേ കഴിക്കാൻ പോരെ. ഞാനൊന്ന് കുടിച്ചു നോക്കട്ടെ. നമ്മളിതിൽ മധുരം ഇട്ടിട്ടേ ഇല്ല, വിത്തൗട്ട്. അതൊന്ന് നിർത്തുമോ? അതിൻ്റെ പേരിലൊന്നും ഉണ്ടാക്കാൻ പാടില്ലെങ്കിൽ. മമ്മി എങ്ങനെ ഉണ്ടായിരുന്നു എൻ്റെ ജ്യൂസ്? ഇഷ്ടമില്ല. അവളെ പറയുന്ന വഴിയൊന്നും വലിയ രസമൊന്നുമില്ല. മധുരടാത്തോട്ടെ കൊതിരിക്കാല മധുരം വേണം. ഞാനും ഷുഗർ രോഗി ആവുകൊണ്ട് കുടിപ്പില്ല. കുടിക്കേ എന്താ കുടിച്ചാത്തത്? കുടിക്കേ കണ്ടോ, മടാന്ന് കുടിച്ചും ചെയ്യും. നല്ല കുറ്റാൻ പറിച്ചില്ല 37 ഉണ്ടാക്കിയില്ലേ, അപ്പൊ പിന്നെ കുടിച്ചാലാ എന്താ? എന്ത് കളയാൻ പറ്റൂലല്ലോ, ഉണ്ടാക്കിയില്ലേ. അപ്പൊ പിന്നെ കുടിച്ചാലാ എന്താ കാണിച്ചുക? കഷ്ടപ്പെട്ട് കുടിച്ചു ഞാൻ കുടിച്ചു. ഞാൻ ഉണ്ടാക്കിയത് പൊക്കി പറയാൻ എനിക്ക് ഒരാളുടെ ആവശ്യം. എന്നെ കാണാനില്ല തന്നെ, എന്നെ വലിച്ചു കയറ്റി കുടിച്ചു. അങ്ങനെ നമ്മളെല്ലാ പരിപാടിയും കഴിഞ്ഞ് നമ്മൾ എന്ത് ചെയ്യണം, കിടന്നുറങ്ങാൻ പോകണം. സ്കിൻ കെയർ ചെയ്യാറ് ഞാനില്ലപ്പോൾ, ഇപ്പം ചെയ്യാറില്ല. ഞാൻ ഇപ്പോഴത്തെ ഡെർമറ്റോളജിസ്റ്റിനെ കണ്ടപ്പം ഫേസ് പിമ്പിൾസ് പോകാൻ ഒരു 2 ഓയിൽമെൻറ്റ് തന്നെയായിരുന്നു. അത് ഞാനൊരു ഒരാഴ്ച തേച്ചു, പിന്നെ ഞാനത് നിർത്തി. അപ്പം നല്ല മാറ്റമുണ്ട്. മറ്റേത് തേച്ചപ്പോൾ ഭയങ്കര പിമ്പിളുണ്ടായിരുന്നു, ഇപ്പോൾ കുറച്ച് കുറവുണ്ട്. ഇനി അപ്പോൾ അതൊക്കെയാണ്. വേറെ എന്താ, അപ്പം ഞാൻ പറഞ്ഞില്ലേ, ഇതാണ് നമ്മളൊരു ഡേ ഇൻ മൈ ലൈഫ്. അപ്പോൾ ഇത്രേ ഉള്ളൂ. അപ്പം നമുക്കിനി സുഖമായി കിടന്നുറങ്ങാം. അപ്പോൾ ഓക്കെ, എത്ര ചേട്ടാ, ബൈ.